ഇന്ന് നമ്മൾ പോകുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിലുള്ള മദൻ മഹൽ കോട്ടയിലേക്ക് കേട്ടോ. ആ സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കാഴ്ചകൾ കണ്ടുക്കാൻ പോവാം. ചുറ്റിലും കാടാണ്. പിന്നെ ഫുള്ള് എന്താ പറയുക, വലിയ വലിയ പാറക്കല്ലുകളുള്ള പലതരം നമുക്ക് ഈ ചെടികൾ നമ്മുടെ നാട്ടിലും കാണുന്ന ഈ മുരിങ്ങ മരം അതേമാതിരി സെറ്റപ്പ്, ഒരു മുരിങ്ങാക്കോല് പോലെയൊക്കെ കണ്ടോ. വലിയ വലിയ മൊട്ട പാറകളാണ് അവിടെ ഉള്ളത്. എന്താ അതിൻ്റെ പേരെന്താ, ഈ മരത്തിൻ്റെ പേരൊന്നും അറിയില്ല, കണ്ടു പരിചയമില്ല, നമ്മുടെ നാട്ടിലൊന്നും കണ്ടു ഞാൻ പരിചയമില്ല. അപ്പം ഇവിടുന്ന് സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കുറച്ച് ആർക്കിയോളജിക്കൽ സർവേൻ്റെ കീഴിലായതുകൊണ്ട് ഇവർ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചതാണിപ്പം. ആ ലോങ് വ്യൂ കണ്ടോ, ആ ഒരു നല്ല ഹൈറ്റിൽ, അതൊരു ചെറിയൊരു അമ്പലം കേട്ടോ, ഒരു ശിവൻ്റെ ഒരു അമ്പലമാണ്. നമുക്ക് പോയി നോക്കാം അവിടേക്ക്. അപ്പം അതിൻ്റെ മുന്നിൽ തന്നെ കുറേ നല്ല പൂക്കളും വള്ളിച്ചെടികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലെ ഭാഗത്തേക്കാണ് ഈ കോട്ട അവർ ഉണ്ടാക്കി വെച്ചത്. കോട്ട എന്ന് പറഞ്ഞാൽ വലിയ കോട്ടയല്ല, ഞാൻ നേരത്തെ പറഞ്ഞാൽ വലിയ കോട്ടയൊന്നുമല്ല. ഈ സൈഡിലൊരു വഴി കാണുന്നുണ്ട്, വെറുതെ അതിലൊന്ന് പോയി നോക്കാം. ഫുള്ള് മൊട്ടപ്പാറകളാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ എന്താ പറയുക, അങ്ങനെ ഒരു വഴി ആരൊക്കെ വന്ന് നോക്കി പോയിട്ടുണ്ടാവും, അങ്ങനെ ഒരു വഴി ആയതാണ്. ഇവിടെ നമ്മൾ കുറച്ച് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഈ സിറ്റീൻ്റെ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ദൂരത്താണ് ഇപ്പം ഇത് നിൽക്കുന്നത്, ഈ കുന്നിൻ്റെ മുകളിൽ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സിറ്റീൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇനി കുറച്ച് ഹൈറ്റിലേക്ക് പോകും തോറും നമുക്ക് കറക്റ്റായി കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ തിരികെ ആ സ്റ്റെപ്പുകൾ പിന്നെയും കയറി പോവാണ്. കയറി പോയിട്ട് നമുക്ക് ആ അമ്പലത്തിൻ്റെ അതിനുള്ളൊന്ന് കയറി നോക്കാം. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എന്താ പറയുക, ശിവത്തിൻ്റെ ആ ഒരു ഇത് കാണുന്നുണ്ട്, ഒരു ശിവൻ്റെ അമ്പലം പോലെ തോന്നുന്നുണ്ട്. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന കാശിത്തുമ്പ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെയൊക്കെ. ഇപ്പോൾ ഓണ സീസണൊക്കെ ആണ്, ഓണം മലയാളികളുടെ അടുത്ത് എല്ലായിടത്തും ഉണ്ടല്ലോ. രണ്ട് സൈഡിലും കുറേ പാറക്കല്ലും, ഇത് ഭയങ്കര വലിയ പാറക്കല്ല കേട്ടോ. നമ്മൾ സാധാരണ ഒരു ഇതിലല്ല, നമ്മളിപ്പോൾ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഇവിടെ പാറ പൊട്ടിച്ചുകൊണ്ടിനി നല്ല അടിപൊളി പൂവൊക്കെ ഉണ്ട് ഇവിടെ. സൂപ്പർ, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ആ മുരിങ്ങമരം പോലത്തെ മരം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ അതേമാതിരി തന്നെ വലിയ കായകളൊക്കെ ഉണ്ട്. എന്ത് സംഭവമൊന്നും മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് അങ്ങോട്ട് പോകുന്ന അമ്പലത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെരുപ്പൊക്കെ അഴിച്ച് വെച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ നല്ല അടിപൊളി ആംബിയൻസാണ് നമുക്ക് കാണുന്നത് അവിടെ. ഈ പാർക്ക് എന്താ പറയുക, ഫുള്ള് നീല പെയിൻ്റൊക്കെ അടിച്ച് വെച്ച് ഹിന്ദിയിൽ എന്താ ഇരിച്ചിട്ടുണ്ട്, കൃപയ എന്താ പാറുത്തര എന്തോ ചെരുപ്പ് പുറത്തേക്ക് വെച്ചേക്കാനാണ് പറഞ്ഞത്. ഓക്കെ, പാറ ഫുള്ള് നീല പെയിൻ്റ് അടിച്ചൊക്കെ വെച്ചിട്ട് ഒരു അമ്പലത്തിൻ്റെതായ ഒരു സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എൻട്രൻസൊക്കെ കണ്ടോ, അതിന് കുറച്ചൊരു ഗ്രില്ലൊക്കെ വെച്ചിട്ട് ഒരു ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൃപയ സാവധാനി ബനായരൊക്കെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കുകയെന്ന് ഉദ്ദേശിച്ച്. ഓക്കെ, അവിടെ നല്ല അടിപൊളി ഒരു മരവും കാര്യങ്ങളും, നല്ല കറക്റ്റ് നല്ലൊരു ആംബിയൻസാണ്. ഒരു അമ്പലത്തിന് വേണ്ട ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ സെറ്റ് നേച്ചർ തന്നെയാണ്. ഈ അമ്പലത്തിന് എൻട്രൻസ് ആണ്ടത്. നമുക്കൊന്ന് ഉള്ളിൽ കയറി വെക്കാം. ഉള്ളിൽ കയറി നോക്കുമ്പം തറയിലൊക്കെ കാവ്യം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഫുള്ള് റൂഫൊക്കെ കണ്ടോ. റൂഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ റൂഫൊന്നുമില്ല, റൂഫൊക്കെ കംപ്ലീറ്റ് പാറകൾ തന്നെയാണ് റൂഫ്. ചെറിയൊരു പ്രതിഷ്ഠ ഉണ്ട് അവിടെ, ഒരു ശിവലിംഗത്തിൻ്റെ ഒരു ഇതാണുള്ളത്. പിന്നെ ഒരു വലിയൊരു മണിയൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചം, മുകളിൽ നിന്ന് വെളിച്ചം, ഇനി മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നൈസായിട്ട് ചാറ്റലൊക്കെ അടിക്കും. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു അമ്പലം വേറെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്കുള്ള എൻട്രൻസ് സ്ട്രെയിറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കൊണ്ട് ഭണ്ഡാരമൊക്കെ തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. ഓക്കെ, മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇവിടുന്ന് ഈ ഗ്രിൽസ് അതെ ഓക്കെ, ഇതിൻ്റെ ഒരു ബാൽക്കണി സെറ്റപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ജബൽപൂർ സിറ്റി മുഴുവനായിട്ട് നമുക്ക് കാണാം. മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു
പകുതി ഭാഗം ഒരു 180 ഡിഗ്രിയിൽ നമുക്ക് ഇത് മൊത്തമായിട്ട് കാണാം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു മന്ദിരം കൂടി ഉണ്ട്, ഫുള്ള് കൊടികളും തോരണങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അമ്പലം കൂടി ഉണ്ട്. നമുക്കവിടെ പോകുമ്പോൾ നോക്കാം. പിന്നെ ഇങ്ങനെ പോയിട്ട് ഓക്കെ, മെയിൻ്റനൻസിന് ഇപ്പോൾ തറയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ടൈൽസൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിന് പിന്നെ പുറത്തേക്ക് പോകാം. ഇതിന് പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടെയും കൂടി ഒന്ന് തൊഴുതിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാം. ഇതിൻ്റെ ബാക്ക് എൻട്രൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന ചെറിയ ഇടുങ്ങിയ വഴി കൂടെ വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോവാണെങ്കിൽ. പുറത്തേക്ക് ഇറങ്ങിപ്പോവാം. നമുക്ക് പുറത്തിറങ്ങി ചെറിയ വഴി കൂടെ പുറത്തിറങ്ങി നമ്മൾ പുറത്തിറങ്ങി മുന്നോട്ട് പോകാം കേട്ടോ. പുറത്തിറങ്ങി നമ്മൾ ഇനി അടുത്ത വഴിയിലോട്ട് പോകാമെന്ന്. ഇനി ഇവിടുന്ന് നമുക്ക് ഇനിയും മുകളിലോട്ട് പോകാം. മുകളിലോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു ഒരു മൊയ്യാറുണ്ട് മുകളിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ നമ്മൾ അയാൾ എങ്ങോട്ടാണ് പോകുന്നതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതേ സ്പീഡിൽ തന്നെ അയാളുടെ പുറകിൽ വെച്ച് പിടിച്ച്. അപ്പോൾ നമ്മളിങ്ങനെ കയറിപ്പോയിട്ട് അവിടെ എന്താ ചെയ്യുക വെച്ചാൽ അവിടെ ഇതേപോലെ തന്നെ ഒരു സംഭവമുണ്ട്. എന്താ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ദർഗ കേട്ടോ. ദർഗ സെറ്റപ്പൊക്കെയാണ്. അതേമാതിരി നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു മുകളിൽ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ചെറിയൊരു സെറ്റപ്പ്, ഒരു കുളമൊക്കെ ഉണ്ട്. ഈ കുളത്തിൽ വലിയൊരു മരമൊക്കെ, പക്ഷെ കുളമൊക്കെ വലിയ വൃത്തിയൊന്നുമില്ല കുളമൊന്നും. പക്ഷേ നല്ല സെറ്റപ്പായി, നല്ല എന്താ പറയുക, നമ്മളെ നാടൻ ഭാഷ പറയാൻ നല്ല അടിപൊളി ആംബിയൻസും ഒക്കെ ഉള്ള സെറ്റപ്പ് സംഭവമായിരിക്കും. സൂപ്പറായിരിക്കും കേട്ടോ. നമ്മൾ ഇവിടെ ഇപ്പം ഇവരെ പള്ളിയിൽ എന്തൊക്കെയോ ആ ഒരു പ്രാർത്ഥിക്കുന്ന ടൈം ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് നമ്മൾ റിട്ടേൺ അടിച്ച് പോകാം. നമുക്ക് ഇറങ്ങി വരുമ്പോൾ നോക്കാം നമുക്ക്. പിന്നെ നമ്മൾ ആ കോട്ടയിലേക്ക് തന്നെ തിരികെ പോവാണ്, കയറുകയാണ്, അങ്ങോട്ട് തന്നെ കയറുകയാണ്. പോകുന്നതിന് മുന്നേ വാട്ടർ ലെവലൊക്കെ കണ്ടോ, നല്ല ഫുള്ള് നിറഞ്ഞിരിക്കുന്നത്. ഇവിടെയൊക്കെ വെച്ചാൽ നല്ല മഴ സീസണാണ് ഇപ്പോൾ. പിന്നെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോവാണ്. കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്, കുറേ ആൾക്കാർ തിരിച്ചും വരുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ക്യാമറയിൽ എടുത്തില്ല വരുന്നതൊന്നും. കാരണം ഇനിയിപ്പം കുറേ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് അവരെ പെടുത്തേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഒരാൾ കയറി പോകുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി. ഇവിടെ കുറേയൊക്കെ സ്റ്റെപ്പൊക്കെ നല്ല സിമെൻറ്റൊക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഹൈറ്റ് ഇതുവരെ നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറിപ്പോയിട്ട് പിന്നെ അങ്ങോട്ട് ഒരു പ്ലെയിൻ ലെവലിലേക്കാണ് പോകുന്നത്. ഇതുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ ആ മരങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ആ മറ്റേ മുരിങ്ങ മരം പോലത്തെ മരം, അതിൻ്റെ പേരായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോവാണ്. ഇവിടെയൊക്കെ ഫുള്ള് പ്ലെയിനാണ് കേട്ടോ, ഫുള്ള് പാറ, കംപ്ലീറ്റ് പാറയാണ്. പിന്നെ ഇവിടുത്തെ ഒരു റിസോർട്ട് കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള നല്ല ചെറിയൊരു ചായക്കട കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ തന്നെ നല്ലൊരു സെറ്റായിരിക്കും. പക്ഷേ ഇവിടെ അത് സമ്മതിക്കാൻ പണിയാണ്. വരുമ്പം 2 ചെറിയ കച്ചവടക്കാരെ കണ്ട്, പക്ഷേ അവർ പറഞ്ഞ വീഡിയോ എടുക്കരുതെന്നാണ് പറഞ്ഞത്. ഇത് വീഡിയോയിലൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ആരെയും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇനി അങ്ങോട്ട് സ്ട്രെയിറ്റ് ലെവലിൽ കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ പുറകെ പോവാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇടത്തുമായിട്ടിട്ട് ഇതിൻ്റെ ഒരു കല്ലക ദൂരെ കാണുന്നതാണ് നമ്മുടെ മദൻമഹൽ കോട്ട. ഞാൻ പറഞ്ഞ പോലെ ചെറിയ കോട്ടയാണ്, വലിയ ഔട്ട് പോസ്റ്റായിട്ട്, സൈനിക ഔട്ട് പോസ്റ്റൊക്കെ ആയിട്ട് അന്ന് യൂസ് ചെയ്ത സംഭവമാണ്. ഇവിടെ ആ കോട്ടേൻ്റെ ഹിസ്റ്ററി മുഴുവൻ വലിയ ഹിന്ദിയിൽ കൊത്തി വെച്ചിട്ടൊരു കല്ലിൻ്റെ മുകളിൽ, പക്ഷേ കല്ലിൻ്റെ മുകളിൽ എന്തോ വെച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ബോർഡ് കാണും, നമ്മൾ കാട്ടുള്ളിലേക്ക് വെറുതെ ഇറങ്ങിപ്പോരുന്നൊക്കെ ബോർഡ് കാണലുണ്ട്. എന്നുവെച്ചാൽ പല ടീമും ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകുന്നത് ഇതാട്ടോ. നമ്മൾ ഈ സ്ഥലത്തെ ഇതൊക്കെ നേരെ മുന്നേ കാണുന്നതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് മെയിനായിട്ട് സൈനിക ഔട്ട് പോസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് അവർ മറ്റുള്ള ആക്രമണം കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി കുന്നിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ച ഒരു സംഭവമാണ്. ഇപ്പം നമ്മൾ താഴത്തെ ആ ശിവക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പം ഈ സിറ്റീൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നോക്കി എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് ഊഹിച്ചാൽ അറിയാൻ മാത്രമേ ഉള്ളൂ. ഈ കോട്ടേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ 2 പാറക്കല്ലിൻ്റെ മുകളിലാണ് ഈ കോട്ടേൻ്റെ പകുതിയിൽ കൂടുതൽ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് കുറച്ച് വിശദമായിട്ട് തന്നെ കാണാം. പിന്നെ ഇതുപോലത്തെ ഒരു കോട്ട ഇന്നും അതേപോലെ തന്നെ അത് നിലനിൽക്കുകയാണ്. പക്ഷെ അതിൻ്റെ ബാക്കിയുള്ള ഈ എന്താ പറയുക, ഇവരെ ഈ
ഈ യുദ്ധമുറകളൊക്കെ അഭ്യസിക്കുന്ന റൂമുകൾ, അതേപോലെ തന്നെ ഈ കുതിര ലായങ്ങൾ, ഇതൊക്കെ കുറേ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കുറേ കല്ലും കാര്യങ്ങളൊക്കെ അവർ അവിടെ സൈഡിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കോട്ടൻ്റെ അടുത്ത് പോയിട്ട് നോക്കാം, ജസ്റ്റ് ഒന്ന് അടുത്ത് പോയി നോക്കിയാൽ ഇപ്പം കറക്റ്റായി കാണുന്നുണ്ടാവും. അപ്പം ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ് എങ്ങനെയാണ്. കുറേ ഇഷ്ടിയൊക്കെ വെച്ചിട്ട് അവർ കുറേ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി പിടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനോ അതൊക്കെ, എന്നാലും ഇത് ശരിക്കും നല്ല പരിപാലിക്കുക എന്നുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിലായതുകൊണ്ടും അവർ കുറേയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതിന് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾ AD 11-ാം നൂറ്റാണ്ടിൽ രാജാ മദൻ ഷാ എന്ന് പറഞ്ഞ ആൾ നിർമ്മിച്ച കോട്ടയാണത്. കോട്ട എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞത് കോട്ട എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു സെമിയാണ്. അവർ മെയിനായിട്ട് ഇതൊരു സൈനിക ഔട്ട് പോസ്റ്റായിട്ടാണ് ഇവർ ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ജബൽപൂർ സിറ്റി, അതായത് സറൗണ്ടിങ് നമുക്ക് കാണാം കേട്ടോ. നമ്മൾ സറൗണ്ടിങ് നമുക്ക് ഇത് കാണും ചെയ്യാം. പക്ഷേ പുറത്തുനിന്ന് വേറെ ശത്രുക്കൾ ആരെങ്കിലും കയറി വരികയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് സൈനികരെ അലർട്ട് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഒരു വേനൽക്കാല വസതിയും കൂടിയായിട്ട് ഇവരാണ് ഈ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ സൈഡ് ബാക്ക് സൈഡ് ഉണ്ടോ പാറയൊക്കെ അങ്ങനെ നിൽക്കുന്നത് കറക്റ്റ് വ്യൂ കാണാം. ഇതൊരു സംഭവത്തിൽ വന്ന പോലെ അനുഭവം തന്നെയാണ്. അതിൻ്റെ ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം പാറ അങ്ങനെ ചെരിഞ്ഞാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചെറിയ സൈഡിൽ പാറകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അവർ കവർ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം അവർ മെയിൻറ്റെയിൻ ചെയ്തതാണ്. പക്ഷെ അന്ന് ഏതോ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും. പക്ഷേ അവർ സിമെൻ്റൊക്കെ വെച്ചിട്ട് നല്ല കറക്റ്റായിട്ട് അതിനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബേസ് മാതിരി, ഒരു ഫൗണ്ടേഷൻ മാതിരി നമുക്ക് കാണാം സൈഡിൽ. ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങളുണ്ടോ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് ഇവർ. ഇത് കല്ല് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മളെ ഈ പാറക്കല്ല് തന്നെ അവർ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ട് വെച്ചതാണ്. അതിൻ്റെ ടോപ്പ് വ്യൂ ആണ്, പകുതിയിൽ കൊടുക്കേണ്ട പാറയാണ്. ഈ പാറയുടെ മുകളിലാണ് അങ്ങനെ ഒരു ബിൽഡിംഗ് അവർ ഉണ്ടാക്കി വെച്ച്. അപ്പോൾ സത്യം പറഞ്ഞ ഒരു അത്ഭുതം പോലെ തന്നെയാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മളിങ്ങനെ ഒരു പാറൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. ഇതിൻ്റെ ഒരു ബേസ് ആട്ടത്, ഈ ഒരു ബേസിൻ്റെ മുകളിലാണ്. ആ പാറ നിൽക്കുന്നതിന് സൈഡിൽ ഉള്ളോട്ട് കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടയ്ക്കാൻ വേണ്ടിയിട്ടൊരു ബേസ് ഉണ്ടാക്കിയാണ്. പിന്നെ ഇതൊരു കുത്തനെ നിൽക്കുന്നൊരു പാറയാണ്. ഈ പാറൻ്റെ അടിയിൽ നിന്ന് നേരെ അടിയിൽ നിന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരണമെങ്കിൽ ഇപ്പോൾ നമ്മൾ മുകളിലോട്ട് നോക്കുകയാണ്. മുകളിലോട്ട് നോക്കുമ്പോൾ കണ്ടോ ഈ പാറൻ്റെ ടോപ്പേ നമുക്ക് കാണുള്ളൂ. അതിൻ്റെ മുകളിലുണ്ടാക്കിയ ആ റൂമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, കാരണം പാറ കുറച്ച് അടിയിലേക്ക് കട്ട് ചെയ്ത മാതിരിയാണ് നിൽക്കുന്നത്. പിന്നെ ഇതൊക്കെ വെച്ചാൽ ഇപ്പം അടുത്ത് ഇവർ മെയിൻറ്റെയിൻ ചെയ്താണ്. സ്റ്റെപ്പ് സറൗണ്ടിങ് ചുറ്റിപ്പോയിട്ട് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ചെയ്ത ഇതാണ്. നമ്മളിങ്ങനെ ചുറ്റിപ്പോയിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ കോട്ട കാണാനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഉള്ളിലേക്ക് കയറാൻ യാതൊരു നിർവാഹമില്ല. കാരണം വെച്ചാൽ ഇവർ ഉള്ളിലെന്തോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് ഇതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചപ്പോൾ അതിന് മുകളിൽ നിന്ന് കയറി ഇതാ വിടുത്തുണ്ട്. സ്റ്റെപ്പിൻ്റെ ഒക്കെ വിടുത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ, കയറി പോകാനുള്ള വിടുത്തൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിനുള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്ടോ, ലോക്ക് ചെയ്തിട്ടാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട്. കാണാൻ ചാക്കും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട്, എന്താ അറിയില്ല. ഓക്കെ, നമ്മൾ കുറച്ചൊന്ന് റൈറ്റ് സൈഡിലേക്കാണ് സ്റ്റെപ്പ് കയറി പോകുന്നുണ്ടോ. സ്റ്റെപ്പ് ചെറിയ സ്റ്റെപ്പാണ്, വിടുത്തില്ല. ഇതിലേറ്റവും സങ്കടമെന്ന് വെച്ചാൽ ഈ കോട്ടൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല. ഇത് ചില ടൈമിന് തുറക്കലുണ്ടെന്നാണ് പറഞ്ഞ്. മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ആരെയും തുറക്കുകയാണെങ്കിൽ നമുക്ക് കയറായിരുന്നു, പക്ഷേ കയറാൻ പറ്റില്ല. ഈ കോട്ടേൻ്റെ കുറേ മതിൽ കെട്ടുന്നതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ കുറേ മേൽക്കൂരയൊക്കെ കുറേ കല്ലും ഇത് വെച്ചൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പം ഇതിൻ്റെ മേൽക്കൂരിൻ്റെ ബാക്കിയുള്ള എക്സ്റ്റൻഷൻ ഒക്കെ തകർന്നു പോയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഈ ഒരു ഇടനാഴി പോലെ കേട്ടോ, അത് ഈ ഇടനാഴിൻ്റെ മുകളിലുള്ള മേൽക്കൂര ഉണ്ടോ, ഇതിപ്പോൾ ഇതൊക്കെ തകർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കവാടാണ് അവിടെ കാണുന്നത്. നമ്മൾ ആ ഡോറിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. ഈ ഡോറിൻ്റെ സെറ്റപ്പൊക്കെ എന്തൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കാം നമുക്ക്. കുറേ ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കുറേ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ രണ്ട് സൈഡിലും ഒരു ഹോൾസ് ഇട്ടിട്ട് കേട്ടോ, ഒരു എന്താ പറയുക വലിയൊരു ഇതേപോലെ തന്നെ ഒരു മരത്തിൻ്റെ വലിയൊരു പീസോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കരിങ്കലിൻ്റെ പീസോ ഒക്കെ ഇടാൻ പറ്റിയേ ഇതുണ്ട്. മുകളിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, എന്താ പറയുക ഒരു ഹുക്കല്ല, എന്താ പറയുക ഒരു ഡോറിൻ്റെ ഒക്കെ ഒരു പിന്തല പോകാൻ പറ്റിയ രീതിയിൽ രണ്ട് ഹോൾസ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഡോർ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കേട്ടോ. ഇതേമാതിരി തന്നെ ഡോറിൻ്റെ അടിയിലും അതേമാതിരി തന്നെ ആ ഒരു ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മണ്ണൊക്കെ നിറഞ്ഞാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അതേമാതിരി തന്നെ ഈ ഡോർ അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് സൈഡിൽ ഇതേപോലെ തന്നെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ വലിയ മരത്തിൻ്റെ കുറ്റി എന്തായാലും കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ഒരാൾക്ക് ഈ സംഭവം തള്ളി തുറന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. കണ്ടോ, ഈ ഒരു സെറ്റപ്പാണ് ഈ ഡോറിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ ചെയ്ത് വെച്ചത്. അതിവിടെ എല്ലാ ഡോറിനും ഇതേമാതിരി സെറ്റപ്പാണുള്ളത്. നമുക്ക് തൊട്ടപ്പുറത്ത് അവിടെ പോകുമ്പം നമുക്ക് മനസ്സിലാവും ചെറുതായിട്ട് മഴ പാറുന്നുണ്ട്, മഴ സീസണാണ് ഇപ്പം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്നൊരു വ്യൂ, ഇതിനുള്ളിൽ നിന്നുള്ളൊരു വ്യൂ നമുക്ക് കാണുകയാണെങ്കിൽ, മദൻമാൻ്റെ വ്യൂ കാണുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു വ്യൂ ഉണ്ടാവുക. ഈ കോട്ടയ്ക്ക് പിന്നെ വേറൊരു ഇതുണ്ട്. ഇതിനിപ്പം നമ്മളിപ്പോൾ നെറ്റിലൊക്കെ അടിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇത് റാണി ദുർഗാവതി കോട്ട എന്നും കൂടി ഇതിന് പേരുണ്ട് കേട്ടോ. രാജാ മദൻ ഷാ ഉണ്ടാക്കിയതാനും കൂടിയിട്ട്. മദൻ ഷാ റാണി ദുർഗാവതിൻ്റെ ഭർത്താവായിരുന്നു. അപ്പം ഇവിടെ റാണി ദുർഗാവതിക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കേട്ടത്. കാരണം മുഗളന്മാരായിട്ടുള്ള യുദ്ധത്തിൽ പരിക്ക് പറ്റിയിട്ട് പിടിക്കപ്പെടുന്നതായപ്പം ആത്മാഹുതി ചെയ്ത ധീര ഒരു ചക്രവർത്തിനായിരുന്നു റാണി ദുർഗാവതി. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളും കല്ലുകളും ഒക്കെ എല്ലാം സംഭവമുണ്ട്. ഇതൊരു മണ്ഡപം പോലെ, അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഇവരെ എൻ്റർടൈൻമെൻറ്റ് ഏരിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് അത് ഒരു സറൗണ്ടിങ് കാണാം. അപ്പോൾ ഇന്നത്തെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ അന്ന് ആ ഒരു സെറ്റപ്പ് എന്തായിരിക്കും ജസ്റ്റ് ഒന്ന് ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബാക്കിയുള്ള കുറേ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു നൈസായിട്ടൊരു കൊത്തുപണി കാര്യങ്ങൾ ഒക്കെ, ബാക്കിയുള്ള ഇതേമാതിരി തന്നെ കൊത്തുപണി ചെയ്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടതോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം നമ്മൾ കണ്ടോ അവിടെ ഈ കുളം, ഈ കുതിരലായനിക്കുള്ള ഒരു സെറ്റപ്പൊക്കെ നമ്മൾ വന്നിട്ടോ. ഇവിടെ ഒരു നല്ല ഡിസൈനിലൊക്കെ വരാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ആ റൂഫും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. പിന്നെ ഇവിടുത്തെ കുളം എന്ന് പറഞ്ഞാൽ നമ്മൾ കുളം കാണിച്ചു തരാം. കുളം എന്ന് പറഞ്ഞാൽ ഇവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്നും വെച്ചില്ല. ഫുള്ള് എന്താ പറയുക, പ്ലാസ്റ്റിക്കും ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തികേടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും ഇപ്പോൾ കുറച്ചെങ്കിലും വെള്ളമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാല സീസൺ ആയതുകൊണ്ടായിരിക്കും വെള്ളമുള്ളത്. പിന്നെ ഇവർ ഇത് നല്ലപോലെ വെച്ചാൽ അത്രയും മെയിൻറ്റെയിൻ ചെയ്തില്ല. കാരണം അന്നത്തെ കാലത്ത് തന്നെ ഈ പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ, പാറകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി അങ്ങനെ തന്നെ നിലനിർത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് നല്ലൊരു സൈനിക പോസ്റ്റായിട്ട് തന്നെയാണ് അവർ നിലനിർത്തിയത് ഈ ഗോണ്ട വംശം, അല്ലെങ്കിൽ ഗോണ്ട രാജവംശം. ഇപ്പോൾ ഇടയ്ക്കൊന്നും ഒരു വേനൽക്കാല വസതി പോലെ യൂസ് ചെയ്ത് ഇതുണ്ടോ. അന്നത്തെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ സംഭവം നിർമ്മിതികളൊന്നുമില്ല. ഈ കുളത്തിൻ്റെ സീന് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് നോക്കുമ്പം നല്ല കറക്റ്റായിട്ടുള്ള നമുക്ക് ആ കോട്ടേൻ്റെ ആ ഒരു കറക്റ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉള്ളവർക്കും നമുക്ക് കറക്റ്റായിട്ട് നിരീക്ഷിക്കാനും കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു ലെവലിലാണതുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് കുളത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. കുളത്തിൽ ചെറിയ വളരെ ഷോർട്ടായിട്ടുള്ള പടികളാട്ടോ അവിടെ. ഇപ്പം നമ്മളെ കോട്ടയിൽ കയറിയപ്പോൾ കണ്ടല്ലോ, കോട്ടയിൽ കയറുമ്പോഴും തന്നെ ഈ പോണ്ടിൽ വലിയൊരു പാറക്കല്ല് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ അന്ന് കുഴിച്ചപ്പം തന്നെ പാറക്കല്ലും കാര്യങ്ങളൊക്കെ, അപ്പം അതൊന്നും എടുത്തൊഴിവാക്കാനോ കാര്യങ്ങളൊന്നും വലിയ മെനക്കെട്ടില്ല. അപ്പം ഫുള്ള് പേപ്പറും കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പോൾ ഒരാളതിലങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അതന്ന് അവർ കുളിക്കാനും ഇതിലൊക്കെ ഇറങ്ങിപ്പോകുന്ന സ്റ്റെപ്പ് അന്നായിരിക്കും ഫുള്ള് പാറയാണ്. നമ്മൾ തിരികെ മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ആർച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ആർച്ചൊക്കെ നല്ല വീതിയുള്ള മണ്ണ് ചുട്ടെടുത്ത ഇതുണ്ടാക്കിയാണ്. നമ്മൾ ഇഷ്ടിക എന്ന് പറയാം, കുറച്ചൊരു പരന്നിട്ട് അത്യാവശ്യം നല്ല ബലത്തിലും കാര്യങ്ങളിലും നല്ല ഡിസൈനാക്കി തന്നെയാണ് ഉണ്ടാക്കിയത്. മാക്സിമം നല്ല അടിപൊളി നല്ല ലുക്കുള്ള മിനാരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു ചെറിയ സെറ്റപ്പ്, പിന്നെ നല്ല വിടുത്തൊക്കെ ഉള്ള നല്ല ബലമായിട്ടുണ്ടാക്കിയ പില്ലറും കാര്യങ്ങളൊക്കെ തന്നെ. നേരെ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ കോട്ടേൻ്റെ ഒരു എൻട്രൻസ് തന്നെ പറയാം കേട്ടോ. ഒരു കോറിഡോർ മാതിരി. ഈ കോറിഡോറിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ നമ്മൾ കണ്ട കുളം കിടക്കുന്നത്. നമ്മളിവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ കട്ട് വ്യൂ കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് ആ കോട്ടേൻ്റെ ഇതൊക്കെ കാണാം. ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൊട്ടപ്പുറകെ തന്നെ ഒരു ഒരു പാസേജ് ഉണ്ട്. നമ്മൾ കിച്ചൻ്റെ സൈഡിലൊക്കെ ഉള്ള പാസേജ് മാതിരി തന്നെ ഈ കോട്ടയിലേക്കുള്ള പുറകെ കൂടെ ഒരു എൻട്രൻസ്. അത് സെയിം
നമ്മളിതിന് മുന്നേ കണ്ട അതേ കറക്റ്റ് വാതിലിൻ്റെ സ്ട്രക്ചറൊക്കെ സെയിം തന്നെയാണ്. നമ്മളെ കല്ലിടാനുള്ള ആ ഒരു സെറ്റപ്പും ആ ലോക്ക് സിസ്റ്റം അതേമാതിരി തന്നെ മുകളിൽ ആ ഡോറിൻ്റെ പിന്തല തിരിയാനുള്ള ആ ഗാഡി, അത് ഒരു ഗാഡി ഇതേ നേരെ ഓപ്പോസിറ്റും സെയിം തന്നെ സംഭവമല്ല, അതേപോലെ തന്നെ താഴത്തുണ്ട്. പിന്നെ ഈ കോട്ടൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കാടാട്ടോ. ഇതുണ്ട് ഒരു സൺഷെയ്ഡ് സെറ്റപ്പ് ആക്കുക. അതായത് ഈ ഒരു ഡോർ ഉണ്ടെങ്കിൽ ആ ഡോറിൻ്റെ ടോപ്പിലൂടെയുള്ളൊരു റൂഫ് സ്റ്റൈല് ആ ലുക്കാണ്. കിളിവാതിലൊക്കെ ഉണ്ട്, ആ കിളിവാതിലിൻ്റെ മുകളിൽ ഒരു സൺഷെയ്ഡ് വെക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അതൊക്കെ പോയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ റൈറ്റ് സൈഡ് നോക്കിയാൽ കാണാം ഒരു ഡിസൈനൊക്കെ, ഒരു കമാനം പോലത്തെ ഒരു ഡിസൈനൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട പുറകിൽ തന്നെ ഫുള്ള് പാക്കാണ്. അതായത് ഈ ഡോറിൻ്റെ ഒരു എൻട്രൻസ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല, ഫുൾ പാക്കാണ് ഈ സൈഡിൽ. താഴോട്ട് നമ്മളിപ്പോൾ കയറി വന്ന മാതിരി തന്നെ ഫുള്ള് ഈ ഒരു കുന്നിൻ്റെ മുകളിൽ ഈ ചുറ്റപ്പെട്ട കാടുകളും ഈ പാറകളും കൊണ്ട് ചുറ്റപ്പെട്ട കുന്നിൻ്റെ മുകളിൽ ടോപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കുറച്ച് തൊട്ടപ്പുറത്തൊരു മതിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്പം ഉണ്ടാക്കിയാണോ എന്നറിയില്ല, പക്ഷെ ഒരു ചെറിയൊരു മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പുറകിലുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതുള്ളൂ. അത് ചെറിയൊരു മിലിറ്ററി പോസ്റ്റ് തന്നെ പറയട്ടോ. അതിൻ്റെ മുകളിലേക്ക് കയറി നിന്നിട്ടാണ് ആൾക്കാർ ഇപ്പോൾ താഴത്ത് ഒരു 4 സൈഡിൽ കൂടി വരുന്ന ആൾക്കാർ, നമുക്ക് പുറകുവശത്തോടെ വരുന്ന സൈഡിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ അവിടെ ജസ്റ്റ് ഒരു സങ്കല്പിക്കുക ഒരു ഡോർ ഉണ്ട് എന്ന്. അപ്പോൾ ഡോർ ഉണ്ടെങ്കിൽ ഇത് ക്ലോസ് ആയിരിക്കും. അപ്പോൾ ജബൽപൂർ വരുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ മദൻമഹൽ കോട്ട. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഉണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.